ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ. ഇത് എൻ്റെ ലാസ്റ്റ് ലൈവായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ ചാൻസ് ഇല്ല, പക്ഷെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും അറിയുന്ന ഒരു കാര്യമാണ്. ഞാനൊരു ഉവൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് അഫെയറിലായിരുന്നെന്നും അവനായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ആയി ബ്രേക്കപ്പ് ആയി എന്നുള്ള കേസെല്ലാം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും അറിയുന്നതാണ്. അവൻ എൻ്റെ നിന്ന് കുറേ ക്യാഷും പിന്നെ ഗോൾഡും ഒക്കെ വാങ്ങിച്ച് പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത്ര പറയാമല്ലോ. ഇതുപോലത്തെ ഒരു ഗതികേട് വേറൊരു ഗേളിനും വരരുത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇനിയും എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാടായി. വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നെ പറ്റിച്ച അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഗതികേട് എത്തിച്ചത് ഉവൈസ് എന്നാണ് പേര്. ഉവൈസ് ബിൻ ഉമർ എന്നാണ് ഫേസ്ബുക്ക് നെയിം. തൃശ്ശൂർ മണ്ണുത്തിയിലാണ് വീട്. അവനിതൊരു സ്ഥിരം പണിയാണ്. പെമ്പിള്ളേരുടെ ലൈഫ് വെച്ച് കളിക്കല്. അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് ഗേൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലത്ര റിച്ചൊന്നുമില്ല. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്ന സത്യമാണ്. തെറ്റ് മുഴുവൻ എൻ്റെയാണ്. ഞാനാണ് അവനെ വിശ്വസിച്ചത്. തെറ്റ് മുഴുവൻ എൻ്റെയാണ്. ഫുൾ എല്ലാ തെറ്റും എൻ്റെയാണ്. എനിക്ക് തരാനുള്ള ക്യാഷ് അവൻ കുറച്ച് തരാമെന്ന് പറഞ്ഞു. എൻ്റെ കാശ് കിട്ടാല്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങളും നടക്കുള്ളൂ. സോ അവനൊക്കിപ്പോൾ സുഖമായിട്ട് ജീവിക്കണം, ഒരു പ്രോബ്ലം ഇല്ല. എല്ലാവരും സുഖമായിട്ട് ജീവിക്കണം. നല്ലതാണ്. അവനൊക്കെ സുഖമായിട്ട് ജീവിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതായിരിക്കും മേ ബി ചിലപ്പോൾ ലാസ്റ്റ് ലൈവ്. ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതാണ്. എങ്ങനെയോ രക്ഷപ്പെട്ടു. അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നല്ലപോലെ. അതുപോലെ തന്നെ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അലനാൻഡോ. രണ്ടുപേരും ചേർന്നിട്ടാണ് എല്ലാ കളികളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് മറക്കാൻ ശ്രമിച്ചു. അവനെ മറക്കുന്നതല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്കെൻ്റെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ വാങ്ങിച്ച ക്യാഷിലൊന്നും എനിക്കെൻ്റെ വീട്ടിൽ കാണാൻ പറ്റില്ല. എൻ്റെ വീട്ടിലെ ഇഷ്യൂസ് എല്ലാവരെയും വെറുപ്പിച്ചു. അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും. സോ ഫ്രണ്ട്സ്, ഒരു ഗേൾസിനെയും പ്ലീസ് പറ്റിക്കരുത്. ഒരാളെയും പറ്റിക്കരുത്. എല്ലാ പെമ്പിള്ളാരെയും ചീറ്റ് ചെയ്യുന്നവരാവില്ല. ആരെങ്കിലുമൊക്കെ റിയലായിട്ട് ഉണ്ടാവും. സോ പിന്നൊരു കാര്യം, എനിക്കെന്തെങ്കിലും പറ്റിയാൽ തന്നെ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം
ഉവൈസ് ബിൻ ഉമറും അലനാൻഡും മാത്രമാണ്. അവരാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. എനിക്ക് ഗതികേട് തരാനുള്ള കാരണം എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ഷെയർ ചെയ്താൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എനിക്ക് ആരുമില്ല, പറയാൻ പോലും ആരുമില്ല. സോ പ്ലീസ് ഒരാളെ വിഷമിപ്പിക്കാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെണ്ണിൻ്റെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയതാണ്. അത് ആർക്കാണെങ്കിലും